ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ഓർഡറാണ് ഞാൻ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ബൊക്കെയാണ്. ബൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു ഓർഡർ കിട്ടി. ആ ഒരു ഫ്ലവറാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് 3 ഫ്ലവർ ചെയ്യാനുള്ള ഓർഡറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 3 ഫ്ലവറിനുള്ള ബൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്. ഞാൻ കുറേ ടെൻഷൻ അടിച്ചു ചെയ്യാനായിട്ട് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ. എൻ്റെ ഫസ്റ്റ് ഓർഡറാണ്. അപ്പോൾ ഞാൻ കുറേ ടെൻഷൻ അടിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ ഓർഡർ എനിക്ക് കിട്ടിയത് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാനന്ന് വിചാരിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ഓർഡറിൻ്റെ ആ ദിവസം തിങ്കളാഴ്ചയാണ്. എനിക്ക് അപ്പോൾ ഈ സമയം ഉണ്ടല്ലോ എന്നൊപ്പം ഞാൻ നീട്ടി വെച്ചു. വ്യാഴാഴ്ചയാണ് ഞാൻ സത്യം അറിഞ്ഞത്. നാളെയാണ് വെള്ളിയാഴ്ച. എനിക്ക് വെള്ളിയാഴ്ച 8 മണിക്കാണ് ഓർഡർ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ രാത്രി പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഒരു ബൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിങ്ങനെ റിബൺ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പെറ്റൽസ് ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തു 3 ഫ്ലവറിനുള്ളത്. അപ്പോൾ ഇത് മതിയാവും. അപ്പോൾ ഞാനിത് പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ മാല പോലെ ഒന്ന് സൈഡിൽ പശ ചേർത്തിട്ട് കോർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു ഫ്ലവറിന് 22 പെറ്റലാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ എന്തോരം വേണമെങ്കിലും നമുക്ക് എടുക്കാം. കുറയാതെ കുറച്ച് കൂടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കിതുപോലെ മാല കിട്ടും. ഈ മാലേനെ നമുക്കൊരു ഗ്ലൂ സ്റ്റിക്ക് കുറച്ച് പശ തേച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ടായിട്ടൊന്ന് മാലയെ കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ നല്ല രീതിയിൽ നല്ല ഫ്ലവറായിട്ട് വരും. ആദ്യത്തെ ഭാഗം മാത്രം നമ്മൾ കുറച്ച് കട്ടിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കട്ടി കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെറ്റൽസ് കിട്ടും. അങ്ങനെ ഞാൻ 3 എണ്ണം എടുത്തു. അപ്പോൾ 3 എണ്ണം എടുത്തപ്പം എനിക്കൊരിത് തോന്നിയിട്ട് ഞാൻ ഒരു ഫ്ലവർ കൂടെ ചെയ്തു. അങ്ങനെ ഞാൻ 4 ഫ്ലവർ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം ഞാൻ ഫൈനൽ ലുക്ക് അവസാനം കാണിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കൈയൊക്കെ നല്ലോണം എൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളി. ഞാൻ പെട്ടെന്ന് ചെയ്തേ. എനിക്ക് വീഡിയോ എടുക്കണമായിരുന്നു, അതെടുക്കണമായിരുന്നു, ഇതെല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒട്ടും പെർഫെക്റ്റ് അല്ല. കാരണം ഞാൻ ഇതെങ്ങനെയാണ്ടൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ഉള്ളെന്ന്. ശേഷം ഞാൻ 4 ഫ്ലവറും ഉണ്ടാക്കിയിട്ട് സ്റ്റിക്കൊരു ഇങ്ങനൊന്ന് ഒട്ടിച്ചു കൊടുത്തു സെലോ ടേപ്പ് വെച്ച്. അതിന് ശേഷം ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു കട്ടിയിരിക്കൽ. എന്നിട്ട് നമുക്കൊരു കവറിങ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ മടക്കുന്നത്. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അങ്ങനെ 3 ഷീറ്റ് ഞാൻ എടുത്തുള്ളൂ. 3 ഷീറ്റ് 4 ഞാൻ എടുത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് 3 ഒന്ന് ഇങ്ങനെ ഫ്ലവർ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ അടിയിലായിട്ടൊരു ഡിസൈനിന് ഒരു റിബൺ എടുത്ത് കെട്ടി കൊടുത്തു. അതെനിക്ക് ശരിയായില്ല. പിന്നെ ഞാൻ ആദ്യം റിബൺ ചുമ്മാ കെട്ടിയിട്ട് അതിൻ്റെ പൊക്കത്ത് വേറൊരു ബോയ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ പറയണേ.